പലരും പറയാറുണ്ട്, ഒരു സമാധാനമല്ല ഉസ്താദേ, എന്തെല്ലാം ചെയ്തു നോക്കി, നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് എടുത്തു, പാവപ്പെട്ടവരെ സഹായിച്ചു, എന്നിട്ടൊന്നൊരു സമാധാനം കിട്ടണില്ല എന്നേ. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആ നേരം കുറച്ചു നേരം സമാധാനം കിട്ടും, പക്ഷേ തഹജ്ജുദൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സമാധാനമൊക്കെ പോയി. എന്താ കാരണം എന്നറിയോ? നമ്മുടെ കൽബ് അടഞ്ഞു പോയിട്ടാണ്. കൽബൊന്ന് തുറക്കണം. കൽബ് തുറക്കാനൊരു ദിക്റുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ ദിക്റാ. ആ ദിക്റ് നമ്മൾ പറയുന്ന ബോധ്യത്തിലൊന്ന് ചൊല്ലിയാലേ കൽബല്ല തുറന്നു തരും. മാത്രമല്ല ആ കൽബിൻ്റെ കണ്ണുകൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാനെ കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആസ്വദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ സമാധാനം കിട്ടാൻ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിച്ചിട്ട് എവിടെയാണ് അള്ള ഉള്ളത്? കൽബിൽ അള്ള അല്ലാത്തതൊക്കെ വരും. അപ്പോൾ കൽബിൽ അള്ള ഉണ്ടെങ്കിലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? അതൊക്കെ ഈ ദിക്റിലുണ്ട്. ജീവിതത്തിൽ സമാധാനം നിങ്ങളെ തേടി വരും. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഈ വഴി ഈ ദിക്റിലൂടെ തന്നെ പഠിക്കൽ നിർബന്ധമാണ്. ഇത് പഠിച്ചില്ലെങ്കിൽ ഒരു തോറ്റു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? എവിടെ മനസ്സറിഞ്ഞുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞെല്ലാവരും. ഈ ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി ആയിരിക്കണോട്ടെ എല്ലാവരും. നമ്മുടെ മനസ്സ് ഹാപ്പിയാക്കാൻ, ജീവിതം ഹാപ്പിയാക്കാൻ, എത്ര വലിയ പ്രശ്നത്തിലും ചിരിച്ചു നിൽക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും സമാധാനം കിട്ടാൻ, നിസ്കാരത്തിൽ സന്തോഷം ആസ്വദിക്കാൻ, അങ്ങനെ തുടങ്ങി ലൈഫ് അടിപൊളിയാക്കാൻ ഒരു ദിക്റുണ്ട്. പക്ഷേ ആ ദിക്റ് കൽബിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളെല്ലാ ഞായറാഴ്ചയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, നഫ്സ് അമ്മാറയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യണം. എങ്ങനെ യാത്ര ചെയ്യും? നഫ്സ് അമ്മാറ കഴിഞ്ഞിട്ട് പിന്നെ ലവ്വാമയല്ലേ? എങ്ങനെ ലവ്വാമയുടെ ഡ്യൂട്ടി എന്താണ്? എങ്ങനെ ലവ്വാമയിലേക്ക് എത്തും? നമുക്കൊന്ന് പഠിച്ചാലോ? ആ ദിക്റും പഠിക്കണം, എങ്ങനെ ആ ദിക്റ് പ്രയോഗിക്കുമെന്ന് പഠിക്കണം. അത് പഠിച്ചിട്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ആ വിഷയം നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം. ജീവിതത്തിൽ അന്വർത്ഥാക്കണം കേട്ടോ. ശരിക്ക് വെറുതെ ചെവി കൊണ്ട് കേട്ടാൽ പോരാ. ഇത്തരം വിഷയങ്ങളൊക്കെ കൽബ് തുറന്ന് വെച്ച് കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും നമുക്കൊന്ന് കേൾക്കാം. നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നിൽക്കുന്ന സ്ഥലം ഏതാണ്? നഫ്സ് അമ്മാറ. അപ്പൊ ഈ നഫ്സ് അമ്മാറയിൽ നിന്നുകൊണ്ട് എത്ര നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ സുഖം നമുക്ക് കിട്ടൂല. എത്ര സക്കാത്ത് കൊടുത്താലും, എത്ര നോമ്പ് പിടിച്ചാലും, എത്ര ഹജ്ജ് ചെയ്താലും ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ എവിടെ നിന്നാ പറ്റൂല? നഫ്സ് അമ്മാറയിൽ നിന്നാ പറ്റൂല. അപ്പോൾ ഈ നഫ്സ് അമ്മാറയിൽ നിന്ന് നമ്മൾ പുരോഗമിക്കാൻ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഘട്ടാണ് ഏത്? നഫ്സ് ലവ്വാമ. എന്താണ് പറയാ? നമ്മുടെ യൂത്ത് പിള്ളേരൊക്കെ എന്തിനാ അമ്മമാരൊക്കെ ശനിയാഴ്ച എന്ന് അറിഞ്ഞിട്ടില്ലേ? എല്ലാവരും അറിഞ്ഞില്ലേ? കൃത്യമായി വന്നിരുന്ന പിള്ളേരൊന്നും കാണാനില്ല. അടുത്ത ആഴ്ച എല്ലാവരും ഉണ്ടാവണം കേട്ടോ. എല്ലാവരും അറിയിക്കണം. ശനിയാഴ്ച ആക്കിയെന്ന് പറയണം ക്ലാസ്. എന്നോട് പലരും പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ വെള്ളിയാഴ്ച ഉണ്ടാവൂല, ശനിയാഴ്ച ആക്കാവൂന്ന് വെച്ചിട്ടാണ് ശനിയാഴ്ച ആക്കിയത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പഠിക്കാനും പങ്കെടുക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇതൊരു തൗഫീഖാണ്. ഈ പഠനം നിസ്കാരത്തെക്കുറിച്ചും നിസ്കാരത്തിന്റെ ശർത്തും ഫർളും ഒക്കെ എത്രയോ വാഴതും യൂട്യൂബിൽ നോക്കിയാൽ എല്ലായിടത്തും ഉണ്ടാവും. അല്ലേ ഉണ്ടാവും. അതുപോലെ ഒരുപാട് ചർച്ചകൾ, രാഷ്ട്രീയമായ ചർച്ചകളാണെങ്കിൽ എല്ലായിടത്തും മുക്കിലും മൂലയിലും ചർച്ച അത് തന്നെയാണ്. പക്ഷേ അല്ലാഹനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കാനും ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ പഠനം നുകർന്നു നൽകുന്ന ഇടങ്ങൾ വളരെ വളരെ വിരളാണ്. അത് പഠിക്കാൻ അള്ളാഹിന്റെ തൗഫീഖ് ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുമുള്ളൂ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. കേട്ടിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യാൻ. ഒന്ന് ഖിയാമത്തിനെ കൊണ്ടാണ്, മറ്റൊന്ന് നഫ്സ് ലവ്വാമ. എന്താ ഈ നഫ്സ് ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? വിമർശക മനസ്സ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ആരെ കുറ്റപ്പെടുത്തണം? ഞാനിവിടെ ഇരുന്ന് വഹബി ഉസ്താദിനെ കുറ്റം പറഞ്ഞാൽ മതിയോ? അല്ല, അങ്ങനെയല്ല.
ഞാൻ ആരെ കുറ്റപ്പെടുത്തണം? എന്നെ കുറ്റപ്പെടുത്തണം. എൻ്റെ നഫ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് എനിക്ക് സ്വാഭാവികമായി ഉണ്ടായാൽ അതിൻ്റെ പേരാണ് നഫ്സ് ലവ്വാമ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊക്കെ സാധാരണ ഒരു മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ? എത്ര പേർക്കുണ്ടത്? ഉണ്ടോ? ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവന് മനസാക്ഷി കുത്തുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനോട് അത് ചെയ്തു പോയല്ലോ, ഞാൻ ഉടനെ ആ തെറ്റ് തിരുത്തണം, ഞാൻ ഉടനെ തൗബ ചെയ്യണം. ഇങ്ങനെ ഉൾപ്രേരണ തന്ന് നമ്മളെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുന്ന മനസ്സിന്റെ പേരാണ് നഫ്സ് ലവ്വ. ഇതിന്റെ ആന്തരികമായി ഒരുപാട് പറയാനുണ്ട്. അത്രയൊന്നും അങ്ങോട്ട് പോയാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങൾ മാത്രം പറയണം, ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങൾ മാത്രം പറയണം. അപ്പൊ നമ്മുടെ ഉള്ളില് തെറ്റെടുത്ത് കാണിച്ചിട്ട് നമ്മെ സ്വയം കുറ്റപ്പെടുത്തുന്ന മനസ്സാണ് ഏത്? നഫ്സ് ലവ്വാമ. എന്നൊരു തെമ്മാടിയുടെ മനസ്സെങ്ങനെയായിരിക്കും? അവനെ തെറ്റിനെ ന്യായീകരിക്കും, അല്ലേ? ഞാൻ ചെയ്തത് ശരിയാണ്, നീ ചെയ്ത ശരിയാണ് മോനെ, അങ്ങനെ തന്നെ കിട്ടണം, അവനോട് അങ്ങനെ തന്നെ പറയണം, അവന്റെ മുഖത്തോട്ട് നോക്കി അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് തെറ്റിലേക്ക് പ്രേരിപ്പിക്കും. അവൻ നഫ്സ് അമ്മാറയിൽ കിടക്കുന്നവനാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇദാലം യതിമ്മ സുകൂനുഹാ വലകിന്നഹാ സ്വാറത് മുദാഫിഅതൻ ലിന്നഫ്സി ശഹവാനിയ വമുഅ്തരിളതൻ അലൈഹാ സുമ്മിയത് അൻ-നഫ്സിൽ ലവ്വാമ. നമ്മൾ ഒരു യാത്രക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മളെ യാത്ര? സമാധാനമുള്ള മനസ്സ് കിട്ടാനുള്ള യാത്രയാണ്. എവിടെയാ സമാധാനം കിട്ടണമെങ്കിൽ എവിടെ എത്തണം? നഫ്സ് മുത്തുമൈനയിലെത്തണം. എവിടെ എത്തണം? ഇപ്പൊ നല്ല മയ്യത്തുകൾ എങ്ങനെയാ പടച്ചോൻ വിളിക്കുക? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമഇന്ന, പരിശുദ്ധാത്മാവേ സ്വാഗതം സ്വാഗതം എന്നാണ്. ആ പരിശുദ്ധാത്മാവാകാനുള്ള യാത്രയിലാണ് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓട്ടത്തിൽ നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ പരിശ്രമമുണ്ട്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ നഫ്സിനെ സ്വയം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അതിന്റെ പേരാണ് നഫ്സ്. ഉറക്കം വരുന്നുണ്ടോ? നഫ്സ് ലവ്വാമ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, അൻ-നഫ്സുൽ ലവ്വാമ ഹിയ വല്ലാഹി നഫ്സുൽ മുഅ്മിൻ. ഈ നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ മനസ്സാണ്. ഈമാനുള്ളവന്റെ മനസ്സ് അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അവനെ നിരന്തരം കുറ്റപ്പെടുത്തി തൗബയിലേക്ക് എത്തിക്കുന്ന, പശ്ചാത്താപത്തിലേക്ക് എത്തിക്കുന്ന മനസ്സ്, അത് വിശ്വാസിയുടേതാണെന്ന് ഹസനുൽ ബസരി. ഇപ്പൊ യഥാർത്ഥ മുഅ്മിന്റെ സ്വഭാവം എന്താണെന്നറിയോ? അവൻ എപ്പോഴും ഇങ്ങനെ സ്വന്തം വിചാരണ ചെയ്യും. സ്വന്തം വിചാരണ ചെയ്യുന്ന ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞേ? നിരന്തരം വിചാരണ ചെയ്യുന്നവർ പരലോകത്തവർക്ക് വിചാരണ കുറയുമെന്നാണ്. നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യാൻ തുടങ്ങിയാൽ പടച്ചോന്റെ മുമ്പിൽ വിചാരണ കുറയും, നമ്മൾ നന്നായി പോവും. അങ്ങനെ സ്വയം വിചാരണ ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര പേരുണ്ട്? അള്ളാഹു അങ്ങനെ ആകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടാലേ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ അൽ ഖൈറാ, അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, പടച്ചവൻ അവന്റെ അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹ് എന്ത് ചെയ്യും? ജഅല ലഹു വാഇളം മിൻ ഖൽബിഹി, അവനെ ഉപദേശിച്ച് നന്നാക്കാൻ ഒരു വാഇലിനെ, വഅള് പറയാൻ ഒരാളെ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹ് നിക്ഷേപിക്കും. എങ്ങനെ? നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളെ പഠിച്ചവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കാര്യം, നമ്മളെ നന്നാക്കാൻ ഒരാളെ എവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാവും? ഖൽബിന്റെ ഉള്ളിൽ. സയ്യിദുനാ റസൂലുള്ളാഹ് വഅള് പറയാൻ നമ്മളിപ്പോൾ യൂട്യൂബിൽ എത്ര പ്രസംഗം കേട്ടാലും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഖുർആൻ ക്ലാസ് കേട്ടാലും അത് ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ അതൊക്കെ മറന്നു. എന്നാൽ നമ്മളെ നിരന്തരം ഈ കേട്ട സംഗതി ഓർമ്മിപ്പിക്കാനും തെറ്റിൽ നിന്ന് തടയാനും നമ്മളെ കുറ്റപ്പെടുത്തി നന്മയിലേക്ക് എത്തിക്കാനും പടച്ചോൻ ഖൽബിന്റെ ഉള്ളിൽ ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് അൻ-നഫ്സുൽ ലവ്വാമ. അതാണ് നഫ്സുൽ ലവ്വാമ. ഇത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്കേ കിട്ടുള്ളൂ, അള്ളാഹ് ഹൈർ ഉദ്ദേശിക്കുന്നവർക്കേ കിട്ടുള്ളൂ. എനിക്കങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പോവല്ല. ആ ഹൈറിന് വേണ്ടി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിന്റെ മുഴുവൻ സ്വാലിഹീങ്ങളും ഈ നഫ്സുൽ ലവ്വാമയുടെ സുഖം അനുഭവിച്ചവരാണ്. നബിയുല്ലാഹി ആദം വിലക്കപ്പെട്ട കനി കഴിച്ചില്ലേ? പഴം കഴിച്ചില്ലേ? പഴം കഴിച്ചപ്പോൾ തന്നെ ആദം നബിയുടെ നഫ്സുൽ ലവ്വാമ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. തെറ്റായിപ്പോയി. നിരന്തരം അള്ളാഹിനോട് തൗബ ചെയ്യുന്നു. അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയാ. നബിയുല്ലാഹി ആദം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കിബിത്തിക്ക് ഒരു തള്ളു കൊടുത്തതാണ്. മൂപ്പര് മരിച്ചുപോയി. ഭയങ്കര ജിമ്മനായിരുന്നു മൂസാ നബി, ഭയങ്കര ശക്തനായിരുന്നു.
ഫിറോവിന്റെ ആൾക്കാർ വന്നിട്ട് മൂസാ നബിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേ ഒരു തള്ളങ്ങോട് കൊടുത്തതാണ്. അവൻ മരിച്ചു. എന്നാ ആലോചിച്ച് നോക്കി, അജാതി തള്ളാണോ ഉപരി തള്ളിയത് അല്ലേ? നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അള്ളഹാനോട് പറഞ്ഞത് ഉടൻ തന്നെ ആ നഫ്സുൽ ലവ്വാമ മൂസാ നബിയെ കുറ്റപ്പെടുത്താൻ അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല അത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ആ ദുആ? റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. പടച്ചോനെ, എന്റെ നഫ്സിനോട് ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാ. പുറത്ത് തന്നെ അല്ല, ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തു പോയി. നബിയുല്ലാഹി മൂസ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ പോയി? കടലിന്റെ ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാലോ. തെറ്റിതിട്ട് പോയതാണോ? അള്ളാനെ ധിക്കരിച്ചു പോയതാണോ? അല്ലല്ല. ഞാനിവിടെ ദഅവത്ത് നടത്തിയിട്ട് ഒറ്റ കുഞ്ഞു ഇസ്ലാമിലേക്ക് വന്നില്ല, ഈ നശിച്ച നാട്ടിൽ ഞാനില്ല പടച്ചോനെ എന്ന് പറഞ്ഞ സങ്കടത്തോടെ പോയതാ. പക്ഷെ ആരോട് അനുവാദം ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. കപ്പലിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു, മത്സ്യം വിഴുങ്ങി. അപ്പോഴും ദുആ എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. ഞാൻ അക്രമികളിൽപ്പെട്ടു പടച്ചോനെ, എന്റെ നഫ്സിനോട് ഞാൻ അക്രമം ചെയ്തു അല്ലാന്നാണ്. യഥാർത്ഥത്തിൽ അമ്പിയാക്കൾ തെറ്റ് ചെയ്യോ? ഇല്ല, അമ്പിയാക്കൾ മഅസൂമുകളാ. ഒരു നബിയും പാപം ചെയ്യില്ല. അപ്പൊ ആദം നബി തെറ്റിയതില്ലേ? അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. എന്തേ കാരണം? ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ. പടച്ചോൻ ഭൂമിയിലേക്ക് അവന്റെ പ്രതിനിധിയെ നിശ്ചയിച്ചു. അല്ലേ? ഭൂമിയിലേക്ക് ആരെ നിശ്ചയിച്ചു? പ്രതിനിധിയെ. എന്നിട്ട് ആദം നബിയെ പടച്ചത് എവിടെയാണ്? നിങ്ങൾ പറയണില്ലല്ലോ, എവിടെയാ പടച്ചത്? അപ്പൊ ഭൂമിയിലേക്ക് വരണ്ടേ? അതിനുള്ള കാരണമാണത്. അപ്പൊ അമ്പിയാക്കൾ തെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് നേർവഴി കാണിച്ചു തരാൻ പറ്റിയ ആളുകളായിരിക്കോ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്. ആ മുത്തുനബി തെറ്റ് ചെയ്യുന്നു എന്നൊരു വാദം ഉണ്ടെങ്കിൽ മുത്തുനബി കൊണ്ടുവന്ന ഖുർആൻ സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. ഒരു നബിയും തെറ്റ് ചെയ്യൂല, ബാക്കിയൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും നഫ്സ് ലവ്വാമയുടെ സുഖം അനുഭവിച്ചവരാണ്. ഔലിയാക്കളുടെ നേതാവ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളുടെ ഒരു കവിതയുണ്ട്. വക്കം വഹജ്ജാ വക്കം ഹാദത്തവാനി വക്കം കം അയ്യുഹൻ നഫ്സു ഇഅറാദം മിനല്ലാഹി. സ്വന്തം ശരീരത്തോട് ചോദിക്കാണ്, അബ്ദുൽ ഖാദിറേ, ഇതെന്ത് മറവിയാണിത്? പടച്ചോനെ മറന്നു നടക്കണോ? നന്നാവണ്ടേ? ഏത് 24 മണിക്കൂറും അല്ലാ 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 എന്ന ചിന്തയിൽ ജീവിക്കുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അവർ ചോദിക്കാണ് നഫ്സിനോട്, നീ ഇങ്ങനെ അള്ളാനെ മറന്നു പോവാണോ? സ്വയം നഫ്സ് കുറ്റപ്പെടുത്തുന്ന നഫ്സിനെ ആസ്വദിക്കുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നിട്ട് നിരന്തരം കുറ്റപ്പെടുത്തിയിട്ട് പറയാണ്, റുബ്ബമാ റജഅ അനിൽ മആസി ബിതൗഫീഖിൻ മിനല്ലാഹി. എന്റെ പടച്ചോന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ചിലപ്പോൾ നന്നായേക്കാം. ആര്? സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പൊ സ്വന്തത്തെ വിമർശിക്കുന്നവരെ നന്നാവുള്ളൂ, രക്ഷപ്പെടുള്ളൂ. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നമുക്ക് ഭയങ്കര രസമല്ലേ? ആണോ? അല്ലേ? അതിന് ഭയങ്കര ഒരു ആസ്വാദന സുഖമുണ്ട്, ഭയങ്കര സുഖമാണ് അതിന്, അല്ലേ? പിന്നെ എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോളഞ്ഞ ഈ സംഗതി ഇത് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. നഫ്സ് ഇങ്ങനെ വളമിട്ട് തരും. നമ്മളമ്മാരുടെ മക്കളാണല്ലോ, അമ്മാർ ഇങ്ങനെ ഇട്ട് തരും. ഇനി എവിടെയെങ്കിലുമൊക്കെ ആളുകൾ പരസ്പരം കുറ്റം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പയ്യെ 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 ഇങ്ങനെ അടുത്ത് എന്നിങ്ങനെ നിൽക്കും. എന്താണ് പറയണത്? പിന്നെ നമ്മുടെ മൊയിലിയാരാ, അതിലെ രസമല്ലേ? ഇല്ലേ? നിങ്ങൾ പറയേ, സംഗതി രസമല്ലേ? നമ്മുടെ സ്വന്തം കുറ്റം ഒന്ന് പറഞ്ഞു നോക്കിയാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തുന്നവരല്ലാതെ വിജയിക്കില്ല എന്ന് പഠിക്കാൻ കഴിയും. അഷ്റഫുൽ ഹൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ ലൈഫിൽ നിന്ന് ആരിഫീങ്ങളായ അള്ളാന്റെ ഔലിയാക്കളെ, ഇനി കുറച്ച് കഥകൾ പറയാം നമുക്ക്. ആരിഫീങ്ങളായ അള്ളാന്റെ ഔലിയാക്കള് ഇന്ന് ബേസ് മാത്രമേ പറയാനുള്ളൂ. അവര് നഫ്സിനെ കുറ്റപ്പെടുത്തും. ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി നിന്നിട്ട് വിളിക്കും, എടാ പോത്തേ, എടാ തെമ്മാടി. നാട്ടുകാരല്ലേ വിളിക്കണത്, പിന്നെ ആരെ വിളിക്കണേ? നീ എന്താണ് അള്ളാഹനെ അനുസരിക്കാത്തത്? നിനക്ക് അള്ളാഹു പറഞ്ഞതുപോലെ നടന്നുകൂടെടാ? ആരോടെ ചോദിക്കണേ? നമ്മൾ ഇന്നുവരെ നമ്മുടെ നഫ്സിനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? എന്തേ പറയാൻ പറ്റാത്തത്? നമ്മുടെ എവിടെ കിടക്കണേ നഫ്സ്? നൊറുക്കെ പറയും മക്കൾ, എവിടെ കിടക്കണം നമ്മള്? അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഒരാളെ കൊന്നുകളയാൻ ഈസിയാണ്, പക്ഷെ നമ്മുടെ ഖൽബിന്റെ അകത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വജ്രായുധം കൊണ്ട് യുദ്ധം ചെയ്യാൻ കഠിനമായ പാടാണ്. ഖൽബിന്റെ അകത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വജ്രായുധം കൊണ്ട് യുദ്ധം ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാള്, നഫ്സമ്മാറയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റിയ ഏറ്റവും വലിയ മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലയാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്റെ മനസ്സിലെ ഈഗോ വെട്ടിക്കളയണം. അല്ലാഹു അക്ബർ. ഏറ്റവും വലിയവനാരാ? ഞാനല്ല. എന്റെ മനസ്സിൽ ഞാൻ വലിയവനാണെന്ന് തോന്നലുണ്ടെങ്കിൽ വെട്ടിക്കളയണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. നിങ്ങൾ പറയണില്ല. മറ്റെന്താ ഒരു പാട്ടുണ്ടായല്ലോ, ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? എങ്ങനെ? ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും ആനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? ഒരാൾക്ക് ആനയെ പിടിച്ചു കെട്ടാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാനെന്ന ഭാവത്തെ പിടിച്ചു കെട്ടാൻ ശക്തിയില്ലെങ്കിൽ അവൻ തോറ്റുപോയി എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അഹങ്കാരം ആർക്ക് മാത്രം അവകാശപ്പെട്ടതാ? പറഞ്ഞ ആർക്ക് അവകാശപ്പെട്ടതാ? യാ മുത്തക്കബ്ബിറു യാ അല്ലാഹ്, അഹങ്കാരിയായ പടച്ചോനെ നമ്മൾ വിളിക്കണത്. അപ്പൊ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ കയറിയിരിക്കണത് ആരുടെ സീറ്റിലാ? ആരുടെ സീറ്റിലാ? പടച്ചോൻ പിടിച്ച് ഓർത്തോട്ടൂലേ? അഹങ്കരിക്കുന്നവനെ പടച്ചോന് കണ്ടുകൂടാ. അവരാണ് ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരല്ലേ, സാധാരണക്കാരല്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അഹങ്കാരം ഉണ്ട്. അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പറ്റൂല സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ആ നിസ്കാരത്തിന്റെ സുഖം കിട്ടാത്തത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനെന്ന ഭാവമുണ്ട്. അതാണ് ആനയെ തളക്കാനുള്ള കഴിവുണ്ടെങ്കിലും എന്നെ തളക്കാൻ എനിക്ക് പറ്റൂല. നിസ്കാരം കഴിയുമ്പോഴും ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഞാൻ, വീട്ടിൽ ചെന്നാലും ഞാൻ. എന്തേ കെട്ടിയോളായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാകണത്? ഞാനൊരു ചായ ചോദിച്ചിട്ട് അവള് തന്നില്ല. ഈ ഞാനാരാ? ആ ഞാനാണ് നമ്മുടെ നിസ്കാരത്തിന്റെ സുഖത്തെ മുറിച്ചു കളയണത്. എനിക്ക് കയ്യൊന്നുമില്ലേ? അല്ല, ചോദിച്ചും മനസ്സിലായില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണില്ല. എന്റെ ഭാര്യ ഭർത്തൃ പ്രശ്നത്തിന്റെ കാരണം, സമൂഹത്തിന്റെ ഇടയിലെ പ്രശ്നത്തിന് കാരണം, കുടുംബ വഴക്കിന് കാരണം, എന്തേ കാരണം? അള്ളാന്റെ സ്വഭാവം അള്ളാന്റെ കസേരയ്ക്ക് നമ്മൾ ഇരിക്കാൻ നോക്കണമെന്നാണ്. മുത്തക്കബ്ബിർ അല്ലാഹു മാത്രം. അപ്പൊ ഇതിനൊക്കെ മുറിച്ചു കളയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വജ്രായുധം വേണം. മഹാനായ സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം, എല്ലാവർക്കും അറിയാല്ലേ, രാജകൊട്ടാരത്തിൽ വലിയ സുഖാഡംബരത്തിൽ ജീവിച്ച വലിയ രാജാവായിരുന്നു. തസവുഫ് വല്ലാതെ പ്രണയിച്ചു തുടങ്ങിയപ്പോ രാജകൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് സുഹദിന്റെ പാതയിലേക്ക് ഇറങ്ങിയ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മൂപ്പര് പറയണം, എൻ്റെ ലൈഫിൽ 3 സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എത്ര സമയത്താ? ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സമയം പറയാവോ? ഏറ്റവും ഹാപ്പിനെസ് മൊമെന്റ്, ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എപ്പോഴായിരിക്കും? പറയാമോ? പറയുന്നേ, എപ്പോഴായിരിക്കും? ഇല്ല, എനിക്ക് സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? മായിമ്പായി ഇപ്പൊ പറയും. കാരണം പറയും, ഒരു സന്തോഷം പറയും, കേൾക്കട്ടെ. സ്ത്രീകളോട് ചോദിച്ചപ്പോൾ ഒരു ചാടി പറഞ്ഞു, ഉസ്താദെ കാത്തിരുന്ന് കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ കല്യാണത്തിന്റെ അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഞങ്ങൾ ചിരിച്ചായിരുന്നു, പിന്നെ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെ? എപ്പോഴാണ് സന്തോഷത്തിന്റെ മൊമെന്റ്? ഇല്ലേ? ഓരോന്ന് മനസ്സിൽ വരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ സന്തോഷമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നിങ്ങൾക്ക് സന്തോഷം തോന്നിയ ചില സമയങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി പറയാനുണ്ടാവും. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ ജീവിതത്തിലെ 3 ഘട്ടങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞതാണ്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തത് മൂപ്പര് പറയാണ്, ഞാൻ ഇറാഖിലെ പള്ളിയിൽ കിടന്നുറങ്ങാണ് രാത്രി. എനിക്ക് ഭയങ്കര പനിയായിരുന്നു, തല പൊക്കാൻ പറ്റണില്ല. അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ലല്ലോ, പള്ളിയിലും വിളക്ക് അണച്ചു കളഞ്ഞാൽ പിന്നെ വേറെ ലൈറ്റിന് വഴിയൊന്നുമില്ല. അപ്പൊ രാത്രിയായ സമയത്ത് മൊല്ലാക്ക വന്ന് എല്ലാവരോടും പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. പള്ളി അടക്കാൻ പോവാണ്, വേഗം പോണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ തല പൊങ്ങണില്ല, പനിച്ച് കിടക്കാണ്. അപ്പൊ ഈ കിടക്കണത് ഇബ്രാഹിം അദ്ഹമാണെന്ന് ആർക്കറിയാൻ പാടില്ല? മൊല്ലാക്കാക്ക് അറിയാൻ പാടില്ല. മൂപ്പരിങ്ങനെ കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു, ഇടിച്ചു പുറത്തു പോകാൻ പറഞ്ഞു. മൂപ്പര് തല പൊങ്ങണില്ലല്ലോ, കിടക്കല്ലേ. അപ്പൊ എണീക്കാതെ കിടക്കണുണ്ട്. ഇവൻ ധിക്കാരിയെന്ന് എഴുതിയിട്ട് കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി പള്ളിയുടെ പുറത്തേക്ക് അങ്ങോട്ട് ഒരു മയ്യത്തുണ്ടോ ഇടുന്ന പോലെ അങ്ങോട്ട്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ എന്നെ നീ നിന്ദ്യനാക്കിയല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാ പടച്ചോനെ, എൻ്റെ കൽബിൽ ഈഗോ ഉണ്ടായില്ലല്ലോ. ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ്. ഈ സ്ഥാനത്ത് നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കൊരു അപമാനം താങ്ങാൻ കഴിയുന്നുണ്ടോ? അള്ളാഹ്ക്ക് മുഇസ് എന്നുള്ളൊരു പേരുണ്ട്. ആ പേര് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല, അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണുള്ളൂ. അതും ചിലത് മാത്രം. നമുക്ക് ജീവിപ്പിക്കുന്ന അള്ളാഹിനെ അറിയുള്ളൂ, മരിപ്പിക്കുന്ന അള്ളാഹിനെ അറിയാൻ പാടില്ല.
അല്ലേ? മരിപ്പിക്കുന്ന അള്ളാഹു എന്ന് നമ്മൾ വിളിക്കാറുണ്ടാ? എന്നാ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട്, യാ മുമീത്തു യാ അല്ലാ. എനിക്ക് ഇസ്സത്ത് തരുന്ന റബ്ബേ യാ മുഇസ്സു യാ അല്ലാ. അള്ളാഹ്ക്ക് അത് മാത്രമല്ല പേര്, യാ മുദില്ലു, എന്നെ നാണം കെടുത്തുന്ന പടച്ചോനെ. ഈ പേര് നമ്മൾ വിളിക്കാറുണ്ടാ? ഇല്ല. അപ്പൊ അള്ളാഹനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ റബ്ബ് എന്റെ കൽബിൽ ഈഗോ തരാതെ എന്നെ നാണം കെടുത്തിയ ഒരു സന്ദർഭം ഞാനത് ആസ്വദിച്ചു റബ്ബേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ അവസരമാണ് അതെന്ന് സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു. രണ്ടാമത്തെ സന്തോഷം നിറഞ്ഞ അവസ്ഥ പറയും മൂപ്പര് പറയും, ഞാനിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യാണ്. അപ്പൊ കപ്പലിൽ അന്ന് ഇന്നത്തെ പോലെ ആങ്കറിങ് അന്നുണ്ടായിരുന്നു എന്നാണ്. അന്നൊരു കോമാളി ജോക്കർ വന്നിട്ട് ഇങ്ങനെ ചിരിപ്പിക്കുകയാണ് ജനങ്ങളുടെ മധ്യം നിന്നിട്ട്. അപ്പൊ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു ഇങ്ങനെ യാത്രയൊക്കെ നടത്തി ശരീരം മുഴുവൻ അഴുക്കൊക്കെ പോരുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മൂപ്പരിങ്ങനെ ഒരു തെമ്മാടിയുടെ കഥ പറയാണ് ജോക്കർ. ഒരു തെമ്മാടിയെ നാട്ടുകാർ കയ്യിൽ കിട്ടി പിടിച്ചപ്പോ എന്താ ചെയ്യുക നാട്ടുകാർ? ആദ്യം കൊണ്ട് പോലീസിന്റെ അടുത്ത് കൊടുക്കുവോ? അതിന് മുമ്പ് നന്നായിട്ടൊന്ന് പെരുമാറും അല്ലേ? അപ്പൊ പെരുമാറിയ കഥ പറഞ്ഞപ്പോ അവന്റെ താടിയൊക്കെ പിടിച്ച് വലിച്ചു പറിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് ഈ ജോക്കർ പറയുന്നത്. അപ്പൊ ഉദാഹരണം കാണിച്ചു കൊടുക്കുന്നത്, ഈ കാക്കാടെ താടി ഉണ്ടെന്ന് പറഞ്ഞ് വലിച്ചു പറിച്ചങ്ങ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതുപോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാധു കണ്ട ഒരു ഭിക്ഷക്കാരനെ പോലെ ഇരിക്കണം, എല്ലാവരും നിന്ന് ചിരിക്കാൻ തുടങ്ങി. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു പറയാൻ, പടച്ചോൻ എന്റെ കൽബിൽ സന്തോഷം കൊണ്ട് നിറയാണല്ല, എന്റെ കൽബിൽ അഹങ്കാരം വന്നില്ലല്ലോ പടച്ചോനെ. ഇത് ഏത് നഫ്സാണിത്? നഫ്സ് ലവ്വാമയാണ് ആ പണിയെടുക്കണത്. നഫ്സ് മുത്തുമൈനയിലേക്ക് എത്തി, അവരൊക്കെ അങ്ങോട്ട് കാമിലയിലേക്ക് എത്തിയ മഹാന്മാരാണ്. പക്ഷെ ഈ നഫ്സ് ലവ്വാമ വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഇതൊക്കെ അവർക്ക് ആസ്വദിക്കാൻ പറ്റണത്. നഫ്സ് അമ്മാറയായിരുന്നെങ്കിലോ, എന്റെ താടി പിടിച്ചെന്നെ നാണം കെടുത്തിയോനെ, അങ്ങനെയല്ല. അതായത് ഈ നഫ്സ് ലവ്വാമയിൽ എത്തുമ്പോൾ നമ്മുടെ നഫ്സിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും എന്നാണ്. അതായത് നീ അപമാനിക്കപ്പെടണം എങ്കിലേ നീ നന്നാവൂ. നിന്റെ കൽബിലെ ഈഗോ ഇല്ലാതാകണം. ഈഗോ ഇല്ലാതാകണം. മറ്റൊരവസരം അദ്ദേഹം പറയുന്നുണ്ട്, മൂന്നാമത്തെ ഒരു സന്തോഷം നിറഞ്ഞ ഘട്ടം. അദ്ദേഹം ഒരു തണുപ്പ് സമയത്ത് ഒരു തോൽ സഞ്ചി ഇങ്ങനെ ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ മുടിയിൽ നിന്ന് നിറച്ച് പേനൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ പടച്ചോനെ, എന്റെ കൽബിൽ കിബ്ർ വന്നില്ലല്ലോ. അതായത് നിന്റെ കസേര കയറി ഞാനിരുന്നില്ലല്ലോ അല്ലാ, ഇതെനിക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം. അതുകൊണ്ട് ത്വരീഖത്തിന്റെ മശായിഖന്മാരൊക്കെ, ഹക്കായ ത്വരീഖത്തിന്റെ മശായിഖന്മാര് അവരുടെ മുരീദന്മാരെന്ത് ചെയ്യും? മുരീദന്മാരെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അവരെ ആ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ വെച്ച് അവരുടെ ചില സംഗതികളൊക്കെ വിളിച്ചു പറയും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കും, എന്നെ നാണം കെടുത്തി ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. അപ്പൊ അവൻ ഏത് ഘട്ടത്തിലുള്ളത്? ശിവനെ തർബിയത്ത് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പതിയെ കളിയാക്കുമ്പോ അൽഹംദുലില്ലാ എന്റെ കൽബിൽ ഇപ്പോ അഹങ്കാരമില്ല. അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ മനസ്സിൽ എന്ത് തോന്നും? ഞാൻ ആകെ നാണം കെട്ടുപോയി. നമ്മളെ സ്ഫുടം ചെയ്യുന്നത് അങ്ങനെയാണ് മശായിഖന്മാര്. ഹബീബ് റസൂലുള്ളാഹ് തങ്ങൾ സ്വഹാബത്തിന് അതുപോലെ സ്ഫുടം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ മുരീദന്മാർ അതുപോലെ സ്ഫുടം ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ബോറടിക്കുന്നുണ്ടാ? ആരാ ജുനൈദുൽ ബഗ്ദാദി? തസവ്വുഫിന്റെ ഇമാമാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല സഹോദരങ്ങളെ, ഈ കൽബില് അഹങ്കാരം വരിക എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയൊരു സംഗതിയായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അള്ളാഹ്ക്ക് അത്ര വെറുപ്പുള്ള സംഗതി വേറെ ഇല്ല. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, സ്വഹീഹായ ഹദീസ് മുസ്ലിമിലുള്ളത്, അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ, അണു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലാണ് ആ അണു കാണാൻ പറ്റുള്ളൂ. ആ അണുമണി തൂക്കം അഹങ്കാരം നിന്റെ കൽബിലുണ്ടെങ്കിൽ നിന്റെ മുഴുവൻ അമലും പൊളിഞ്ഞു പോകുന്നതാണ്. സ്വർഗത്തിന്റെ ഗന്ധം ആസ്വദിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എത്ര ദൂരെയായിരിക്കും സ്വർഗത്തിൽ നിന്ന്, അല്ലെ? അള്ളാഹ്ക്ക് അത്ര വെറുപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഉണ്ട്, ഇബ്നുൽ ഖുറൈബി റഹിമഹുല്ലാഹ്. ഇബ്നുൽ ഖുറൈബി റഹിമഹുല്ലാഹ് ഒരു നാട്ടിലേക്ക് എത്തിയെന്ന് അറിഞ്ഞപ്പോ ജനങ്ങളെ ഓടിക്കൂടാൻ തുടങ്ങി. കാരണം വലിയ മഹാനല്ലേ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബർക്കത്തെടുക്കാനൊക്കെ ആളുകൾ ഓടിക്കൂടിയപ്പോ നമ്മൾ ചിന്തിച്ചു, ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും? മഹാനവറുകൾ ചിന്തിച്ച് അങ്ങനെയല്ല, പടച്ചോനെ ആളുകളൊക്കെ വന്ന് എന്നിൽ നിന്ന് ബർക്കത്തെടുക്കാൻ നോക്കുന്നുണ്ട്, എന്നെ കൊണ്ട് ദ്വാരിപ്പിക്കുന്നുണ്ട്, ഞാൻ വലിയ ആളാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോകുവോ? എൻ്റെ മനസ്സിൽ ഈഗോ വന്നു പോകുവോ? ഞാൻ നിന്നിൽ നിന്ന് ദൂരെയായി പോകുവോ? അല്ല, പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് ഒരു പൊതു ബാത്റൂം ഉണ്ട് അവിടെ. അതിന്റെ പുറത്ത് ജനങ്ങളെല്ലാം ഡ്രസ്സ് ഊരി വെച്ചിട്ട് അവർത്ത് മറക്കാവുന്ന ഡ്രസ്സ് മാത്രം ഉടുത്തുകൊണ്ടാണ് പുരുഷന്മാർ കുളിക്കാൻ പോണത്. മൂപ്പര് വേഗം ഓടിച്ചെന്നിട്ട് അവിടെ നിന്നൊരു ഡ്രസ്സ് ധരിച്ച് മാറി ഇങ്ങനെ നിന്നു. അവിടുന്ന് ഒരാൾ ഊരി വെച്ച ഡ്രസ്സ് എടുത്തിട്ട് മാറി നിന്നു. മുഖത്ത് ഒരു തുവാലുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചു. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഒരാൾ വന്നിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് കാണാനില്ലല്ലോ. അതേടാ ഒരു കള്ളൻ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് നിൽക്കുന്നു. എല്ലാവരും കൂടെ ഓടി വന്ന് അവിടെ ഇട്ട് ചവിട്ടിയെ നരച്ചു.
അൽഹംദുലില്ലാ പടച്ചോനെ, എൻ്റെ കൽബിൽ ഈഗോ വന്നില്ലല്ലോ അല്ലാ. ഞാൻ പറയുന്ന രമത്തുകാരോട് പോയി ചവിട്ട് മേടിക്കാനോ നാണം കെടാനോ ഒന്നും അല്ലാട്ടോ ഈ പറയണത്. നിങ്ങൾ അങ്ങനെയൊന്നും മനസ്സിലാക്കരുത്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അവരുടെ കൽബിലെ ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത സംഗതികളാണെന്ന് ഈ പറയണേ. ഈഗോ കൽബിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് വരെ ഒരമലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. ഞാൻ ചോദിക്കട്ടെ, എന്ത് ആസ്വാദന നമുക്ക് ഉണ്ടായിട്ടുള്ളത് നിസ്കരിച്ചിട്ട്? അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് കയറിയപ്പോ ഊരിയെടുക്കാൻ പറഞ്ഞത് എപ്പോഴാ? നിസ്കരിക്കുമ്പോൾ ഊരിയെടുത്തോ? ഞാൻ അറിയൂല. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ്. നമുക്ക് കിട്ടുന്നത് ചെറിയ ചെറിയ സുഖങ്ങളാണ് ചില സമയത്ത്. ചെറിയ ചെറിയ സുഖങ്ങൾ മാത്രം. അത് താൽക്കാലികമാണ്. നിരന്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരു ചെറിയ ലഹരി പോലെ കഅബത്തുല്ലാഹിയുടെ അടുക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ കുറച്ചു നേരം കൽബിൽ അല്ലാഹ് തോന്നും. കഅബന്റെ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പോഴോ തീർന്നു. പള്ളിയിലേക്ക് വരുമ്പോ ഒരു തക്കുവയൊക്കെ തോന്നും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോ തീർന്നു. അങ്ങനെയാണോ കൽബിൽ തക്കുവ വേണ്ടത്? നിരന്തരം വേണം. അതിനെന്ത് ചെയ്യണം? നഫ്സമ്മാറയിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള പണിയെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ എങ്ങനെയായിരുന്നു? അവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം ശരീരത്തെ. ചില സ്വഹാബികൾ ഫഖദ് കാന ബഅദുഹും യഖൂൽ യാ ലൈതനി ലം തലിദിനി ഉമ്മി. പടച്ചോനെ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാഹ്. എവിടെ? നമ്മുടെ കണ്ണിൽ നോക്കി ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. നമ്മൾ തെറ്റാന്ന് പോലും മനസ്സിലാക്കൂല. അങ്ങനത്തെ സംഗതികൾ അള്ളാഹുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്കെതിരെ ചെയ്യുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും അവർക്ക് വൻപാപങ്ങളായിട്ട് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? നമ്മൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അഗാധമായി പ്രണയിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ഫോൾട്ടുകൾ, അത് തെറ്റായിരിക്കൂല. ചെറിയ ചെറിയ വിഷയങ്ങൾക്കായിരിക്കും നമ്മൾ വഴക്ക് കൂടുന്നത്. എന്തുകൊണ്ടാ? അത്രമേൽ അടുത്തത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹിനോട് നമ്മൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ അടുത്തടുത്ത് കഴിയുമ്പോൾ കൊച്ചു കൊച്ചു വിഷയങ്ങൾ, യാ റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ ധിക്കരിച്ചോ? ഉടനെ അവിടെ നിന്ന് ദ്വാരക്കാണ്, യാ ലൈതനി ലം തലിദ്നി ഉമ്മി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തുന്ന സ്വഹാബ റളിയല്ലാഹു അൻഹു. മറ്റൊരു സ്വഹാബി എങ്ങനെയാണ്? വഅഖദ ബഅദുഹും തിജ്നതൻ മിനൽ അർള്. ഭൂമിയിൽ നിന്നിങ്ങനെ വൈക്കോൽ എടുത്തിട്ട് പറയാണ്, പടച്ചോനെ, ഞാൻ ഈ വൈക്കോലായിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ പശു ചവച്ചരച്ച് തിന്നുമായിരുന്നല്ലോ അല്ലാ. എനിക്ക് എന്തിനാ മനുഷ്യക്കോലം തന്നത്? ഞാൻ നിന്നോട് തെറ്റ് ചെയ്തോ ഇല്ലോ അല്ലാ. നമ്മുടെ നോട്ടത്തിലുള്ളൊരു തെറ്റ് അവർ ചെയ്തിട്ടില്ല കേട്ടോ. ചില ആളുകൾ യാ ലൈതനി കുൻതു ത്വയ്റൻ ഉഖൽ, ഞാൻ തിന്നപ്പെടുന്ന ഒരു പറവയായിരുന്നെങ്കിൽ, ഒരു കോഴിയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആരെങ്കിലും എന്നെ അറുത്ത് ഭക്ഷണമാക്കി കഴിച്ചേനെ. എന്തേ കാരണം? കുല്ലു ദാലിക ഖൗഫൻ മിൻ ഖത്രിൽ ആഖിബ, എന്റെ അന്ത്യം എന്താകും? ഞാൻ എൻ്റെ റബ്ബിനോട് തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തുന്ന സ്വഹാബാ റളിയല്ലാഹു അൻഹു. ഇത് നഫ്സ് അമ്മാറയിൽ നിന്ന് ഉയർന്നതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഇനി മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവെ ചേർത്തിട്ട് ഒരു വ്യഭിചാരോപണം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ സംഭവമൊക്കെ? ഇല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തിട്ട് ഒരു വ്യഭിചാരോപണം മദീനയിലെ മുനാഫിക്കുകൾ അടിച്ചിറക്കി. മുത്തുനബി ഒരുപാട് വേദനിച്ച സംഭവമാണ് അതൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുനാഫിക്കുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചില സ്വഹാബത്ത് പെട്ടുപോയിട്ടുണ്ട് ആ വാദത്തിൽ. അതിൽ പെട്ടുപോയ ഒരാളാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. സംഗതി റസൂലുള്ളാഹിന്റെ ഭാര്യയാണെങ്കിലും ദുള്ളതാട്ടാ, അല്ലേ? ദുള്ളതാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മാടെ സഹോദരിയുടെ മകനും കൂടെയാണ് ആര്? മിസ്തഹ് ഇബ്നു ഉസാസ. പാവപ്പെട്ടവനൊന്നുമില്ല, പക്ഷെ അബൂബക്കർ കോടീശ്വരനാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു എപ്പോഴും ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് ആർക്കാണ്? മിസ്തഹിനാണ്. അങ്ങനെ മിസ്തഹ് ഇങ്ങനെ ആയിഷ ബീവി ആക്ഷേപിക്കുന്നത് അബൂബക്കർ അറിയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഖുർആനിൽ സൂറത്ത് നൂർ അധ്യായം ഇറങ്ങുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ കുറ്റവിമുക്തയാണ്, കുറ്റം ചെയ്തിട്ടില്ല, അവിടെ നിന്ന് വ്യഭിചരിച്ചിട്ടില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി സൂറത്ത് നൂറിലൂടെ അറിയിക്കുന്നത്. ഉടനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു, ഞാൻ ഈ ചെലവൊക്കെ ചെയ്ത് എല്ലാം മേടിച്ചു കൊടുത്ത് എല്ലാ തീറ്റയും കൊടുത്ത് വളർത്തി ഇവൻ എൻ്റെ മോളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ? എൻ്റെ മോളെക്കുറിച്ചെന്നല്ല, അവൻ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഭാര്യയെക്കുറിച്ചാണ്. ഞാനിനി ഒരു തുള്ളി വെള്ളം കൊടുക്കൂല സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ഉടനെ അള്ളാഹ് ആയത്തിറക്കാണ് സൂറത്ത് നൂറിലെ 22-ാമത്തെ ആയത്ത്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ വൽയസ്ഫഹൂ. നിങ്ങളിലെ മാന്യന്മാർ, ധനാഢ്യന്മാർ പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കൂല എന്ന് സത്യം ചെയ്തു പോകരുത് കേട്ടോ. അങ്ങ് പുറത്തു കൊടുത്തേക്ക്. അള്ളാഹു നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങ് പുറത്തു കൊടുക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൃത്യമായിട്ട് ആയത്ത് മുമ്പിൽ കിട്ടി.
അപ്പൊ തന്നെ വിളിച്ചു പറയാണ് സ്വന്തം നഫ്സിനോട്, അബൂബക്കർ ചെയ്തത് ശരിയായിട്ടില്ല, തെറ്റായിപ്പോയി, സത്യം ചെയ്തു പോയത് കൊണ്ട് പ്രായശ്ചിത്തം എന്നോണം വിളിച്ചു പറയാണ് സ്വന്തം നഫ്സിനോട്, ഞാൻ ഇന്നു മുതൽ സ്വന്തം മോളെക്കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞുണ്ടാക്കിയ മിസ്തഹിന് ഞാൻ ഇന്നു മുതൽ മുൻപ് കൊടുത്തിരുന്നതിനേക്കാൾ ഇരട്ടി കൊടുക്കും സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് നഫ്സ് അമ്മാറ. അതിൽ നിന്ന് മുകളിലേക്ക് കടന്ന നഫ്സ് ലവ്വാമ. കണ്ടോ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒരു മോശമായിട്ട് പെരുമാറിയ മനുഷ്യൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമോ? നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ റമദാനിൽ ഒരു 10 കിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് വെക്കാം. എല്ലാ റമദാനിക്കും ചില വീട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു റമദാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു വീട്ടുകാരൻ നമ്മളോട് മോശമായിട്ട് പെരുമാറി. അടുത്ത റമദാൻ പറ്റടാ, കാണിച്ചു തരാം, അങ്ങനെ കൊടുക്കാൻ അവന് കൊടുക്കണ്ട, മനുഷ്യനെ ഞാൻ അത്രയും കൊടുത്തത് നാക്കി തിന്നിട്ട് ഒരു നന്ദി എന്ന് പറയണ സാധനം ഉണ്ടല്ലോ, അത് കാണിച്ചിട്ടില്ല. ഇതിപ്പോ അവനേക്കാൾ മോശാരാണ് ഈ കൊടുക്കണോനാ. അപ്പൊ ഇവൻ ആർക്ക് വേണ്ടിയിട്ടല്ല കൊടുത്തത്. നമ്മളെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അവനെ വിളിച്ചിട്ട് 2 ഇരട്ടി അങ്ങോട്ട് കൊടുക്കണം. അൽഹംദുലില്ലാ, എന്നെ നീ ചീത്ത വിളിച്ചല്ലോ. നമ്മളെ പൊക്കണവന്മാർ ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവന്മാര് പൊക്കിയാണ് നമ്മൾ വഷളായത് അല്ലേ? നിങ്ങളെപ്പോലുള്ള മാന്യമഹാൻ മനുഷ്യന്മാര്, ഹാജിയാര്, നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ പള്ളിയൊക്കെ ഇങ്ങനെ ആയത്. ഹാജിയാർ ഒന്നും കൂടെ പൊങ്ങും. ആ മനുഷ്യനെ ചീത്താക്കിയത് നമ്മളാണ്. അതിനടുത്ത് നല്ലത് പറയണ്ടെന്നല്ല കേട്ടോ ഞാനീ പറയണത്. നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും കൽബ് ഒരുപോലെ ഇരിക്കുന്ന മഹാന്മാരായി മാറാനുള്ള പണികളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കമാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് മരുഭൂമിയിൽ കൂടെ നടക്കാൻ, തൻ്റെ പ്രജകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ നോക്കുമ്പോൾ ഒരു ടെന്റിൽ ഒരു കാഫില സംഘം ഉണ്ട്. അവിടെ കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്, ഒരു ചെറിയ കുഞ്ഞ്. ഉമറിന് മനസ്സിലായി വിശന്നിട്ട് കരയുന്ന ചെറിയ കുട്ടിയാണ്. അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ആ കുഞ്ഞിന് പാല് കൊടുക്ക കുഞ്ഞിന്. അപ്പോ അതിന്റെ ഉമ്മ വേഗം പാല് കൊടുത്തു. കരച്ചിൽ നിന്നു. ഉമറിങ്ങനെ മാറിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞ് വീണ്ടും കരയാണ്. പാല് കൊടുക്ക്. വീണ്ടും പാല് കൊടുത്തു. കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും കരയാൻ തുടങ്ങി. ദേഷ്യം വന്നു. പാല് കൊടുക്കാനില്ല പറഞ്ഞത് വേണ്ടേ, ആ കുഞ്ഞിനെ കരയാണ്ടില്ലെന്നു ദേഷ്യപ്പെട്ടുണ്ട്. ആര്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു. ഇത് ഉമറാന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ പെണ്ണ് ചോദിച്ചു, ഇത് ഞങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പാട് നോക്കുക. ഇത് ഞാനും എന്റെ പിള്ളേരും നോക്കിക്കോളാം, നിങ്ങളുടെ പണി നോക്കുന്നേ. അപ്പൊ ഞാൻ പാല് കൊടുക്കും കൊടുക്കാതിരിക്കും, അതെന്റെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് ചെയ്തം? ഉമറാന്ന് മനസ്സിലായി നിന്ന് വിറക്കും. മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞപ്പോ അപ്പൊ നടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല എന്താ പാല് കൊടുക്കാത്തത്? അതിന് കാരണം ഈ നാട് ഭരിക്കണം ഉമറാണ്. അതിന് കാരണം, ഞാൻ പാല് കൊടുക്കാത്തതിന്റെ കാരണം ഈ നാട് ഭരിക്കുന്ന ഉമറാണ് റളിയല്ലാഹു അൻഹു. എന്താ ഉമർ എന്താ ചെയ്തത്? അപ്പോ പറയാണ്, ഇന്ന ഉമറ ലാ യുഅ്തീനൽ അതാ ഇല്ലാ ബഅദൽ ഫിതാം. ഉമറിന്റെ ഗവൺമെന്റ് ചെറിയ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ പാലുകൂടി നിർത്തണം. എന്താണ്? പാല് കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ കൊടുക്കുകയില്ല. കാരണം എന്താ? പാലുകൂടി കംപ്ലീറ്റ് ആക്കൂല രക്ഷിതാക്കൾ. അപ്പൊ ഞാൻ എൻ്റെ കുട്ടിയെ പാലുകൂടി നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാല് കൊടുക്കാതെ പിടിച്ചു വെക്കണം. കാരണം എന്താ? ആ പോഷകാഹാരം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്കും കഴിക്കാൻ. ഇത് കേട്ട ഉടനെ കൈ നീട്ടി തല നോക്കി ഒരു അറ്റാട്ടി കൊടുക്കാൻ. ആര്? സ്വന്തം നഫ്സിനിട്ട് അടിക്കാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് വിളിക്കുന്നുണ്ട്, യാ ഉമർ, എടാ ഉമറേ, കം ഖതൽത മിൻ അത്ഫാലിൽ മുസ്ലിമീൻ, എത്രയോ മുസ്ലിങ്ങളായ കുഞ്ഞുങ്ങളെയാണ് നീ കൊന്നു കളഞ്ഞത് ഉമറേ. ആരോട് ചോദിക്കണം? ഉമറിനോട് ചോദിക്കണം റളിയല്ലാഹു അൻഹു. നീ എത്ര പാവപ്പെട്ട കുട്ടികളെടാ കൊന്നു കളഞ്ഞത്? ഇത് ചോദ്യം കൊണ്ട് തീർന്നില്ല. സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നേരം വെളുത്തപ്പോ സുബ്ഹ് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഖിറാഅത്തൊന്നും വ്യക്താകണില്ല, കരയണ മനുഷ്യൻ നിന്ന്. നമ്മുടെ നോട്ടത്തിൽ ഇതിൽ ഉമർ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്താ? എന്ത് തെറ്റ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? പക്ഷെ അള്ളാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യൻ, എന്റെ റബ്ബ് തൃപ്തിപ്പെടാത്തൊരു സംഗതി എന്നെ അള്ള ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, അതെന്റെ റബ്ബിനോട് ചെയ്ത നന്ദികേടാവൂന്ന് പേടിച്ചിട്ട് കരയുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് നഫ്സുൽ ലവ്വാമ. നമ്മൾ ആരിലേക്ക് അടുപ്പിക്കും? അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അപ്പൊ അതിനുള്ള ട്രെയിനിങ് നമുക്ക് തുടങ്ങണ്ടേ? നമ്മൾ ഒരു ഉഷാറില്ല കേട്ടോ. തുടങ്ങണോ വേണ്ടേ? വേണം.
ഈ നഫ്സമ്മാറയിൽ കിടന്ന് നമ്മൾ സമാധാനമില്ലാതെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ ഇങ്ങനെ തലകുത്തി മറിയുന്ന കുറെ കർമ്മങ്ങളായിട്ട് മരിച്ചു വന്നല്ലാതെ ദുനിയാവിൽ സമാധാനം ഉണ്ടാവില്ല, ആഖിറത്തിൽ തീരെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പണിയെടുക്കണ്ടേ? വേണോ വേണ്ടേ? അധ്വാനിക്കാൻ തയ്യാറല്ലേ? അള്ളാനെ കൽബിന്റെ കണ്ണുകൊണ്ട് ആസ്വദിക്കണ്ടേ? അള്ളാനെ അറിയണ്ടേ നമുക്ക് കൽബ് കൊണ്ട്? വേണോ വേണ്ടേ? ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ച നമുക്കത് ചർച്ച ചെയ്യണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും കേട്ടില്ലേ സംഗതി? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ മനോഹരമായ പടവാള് കൊണ്ട് ഈ സംഗതിയൊക്കെ കട്ട് ചെയ്തങ്ങ് കളയണം. പിന്നെ ലവ്വാമയിലേക്ക് എത്താനുള്ള ഒരുപാട് വഴികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ആഴ്ചയിൽ നമുക്ക് ചർച്ച ചെയ്യണം. ഇതൊക്കെ ഒരു ജിഹാദാണ്. പ്രയത്നിക്കണം. അതോടൊപ്പം നിരന്തരം ദുആ വേണം കേട്ടോ. പടച്ചോനെ എൻ്റെ കൽബൊന്ന് തുറന്നു തരണേ അല്ലാ. ഈ സാധുവിൻ്റെ കൽബ് അമ്മാറയിൽ നിന്ന് ലവ്വാമയിലേക്ക് എത്താൻ കുതിക്കുന്നുണ്ട് അല്ലാ, നീ ഒന്ന് തൗഫീക്ക് ചെയ്യണേ റബ്ബേ. കരഞ്ഞ് റബ്ബിനോട് ചോദിച്ചോ, അള്ളാഹു എളുപ്പാക്കി തരും. അതിനുള്ള വഴിയാണ് ലാ ഇലാഹ ഇല്ലല്ലയും. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ ധാരാളം സ്വലാത്ത് നമ്മളെ എത്രയും പെട്ടെന്ന് അമ്മാറയിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്നൊരു സംഗതിയാണ്. ആ ബോധ്യത്തിൽ ചൊല്ലണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ടൊരു കുടുംബക്കാരൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? മുത്തുനബിയെ, ഞാൻ അങ്ങയുടെ മദ്ഹ് ചൊല്ലിക്കോട്ടെ, ഇല്ലേ, മൗലിദ് ചൊല്ലിക്കോട്ടെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? ചൊല്ലിക്കോ, അങ്ങനെ ചൊല്ലിയാൽ നിങ്ങളുടെ വായക്കൊരു രോഗവും വരില്ല എന്നാണ്. ആരോടത് പറഞ്ഞത്? സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ മഹാൻ മനോഹരമായി മുത്തുനബിയുടെ മൗലിദ് ചൊല്ലിയിട്ടുണ്ട്. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഖസീദത്തുൻ നുഅ്മാനിയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഖസീദത്തുൻ നുഅ്മാനിയ മനോഹരമായ ഒരു മൗലിദാണ്. മുത്തുനബി യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു മൗലിദ്. ആരാണിത് രചിച്ചത്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏതായാലും ഇന്ന് വിശാലമായ ദുആ ഇപ്പോൾ ഇല്ല. ഇന്ന് തിങ്കളാഴ്ച രാവാണ് പുണ്യ റബീഉൽ അവ്വലിലെ. കൃത്യം 7:15 എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവാണ് യഥാർത്ഥത്തിൽ തിങ്കളാഴ്ചയുടെ രാവ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിലെ രാവും കൂടെയാണ്. അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും പങ്കെടുക്കുക. കരുണക്കടലായ റബ്ബ് ഈ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസുലാക്കട്ടെ. എല്ലാ സങ്കടങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.